മണി മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്നവർ ചെയ്യുന്ന 10 ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് മംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ്. അപ്പോൾ മിഡിൽ ക്ലാസ് ആയി ജീവിക്കുന്ന നമ്മളെല്ലാവരും റിച്ചായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ തീരെ പുവറായിട്ട് നമുക്ക് ജീവിക്കാനും പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഈ സമയം നമ്മൾ അറിയാതെ പല മിസ്റ്റേക്കും ചെയ്യും. അത് മനസ്സിലാക്കി മാറ്റിയാൽ ഫിനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനും അത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളൊരു സമ്പന്നരാണെന്നോ അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആണെന്നോ പറയാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും പറയും, അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്, അവൻ രക്ഷപ്പെട്ടു, നല്ല സെറ്റിൽഡ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ എത്രയാണ് സമ്പാദിക്കുന്നു, എത്ര മിച്ചം പിടിക്കുന്നു, എത്ര സേവ് ചെയ്യുന്നു, എത്ര നമ്മൾ ചിലവ് ചുരുക്കുന്നു, എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ചിലർ കുറച്ച് മാത്രമേ സമ്പാദിക്കുകയുള്ളൂ, അതായത് ചെറിയ ജോലിയും വരുമാനക്കുറവുമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിറയെ സേവ് ചെയ്യുകയും താമസിക്കുന്ന വീട് ചെറുതായിരിക്കുകയും കടങ്ങളില്ലാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാൾ വെൽ സെറ്റിൽഡ് ആണോ? അല്ലെങ്കിൽ നിറയെ സമ്പാദിക്കുകയും നിറയെ കടങ്ങളോടുകൂടി ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വെൽ സെറ്റിൽഡ്? ഈ ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ച് നോക്കണം. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നമ്മളോട് മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് ജനറേഷന് നമ്മൾ പണത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടിയായാലും 2 കുട്ടിയായാലും നമ്മൾ പണത്തെപ്പറ്റി അവരോട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്കതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കില്ല. കാരണം കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മളുടെ ഫിനാൻസിനെ കുറിച്ചും ക്യാഷിൻ്റെ വാല്യൂവിനെ കുറിച്ചും നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കഷ്ടതയും ദാരിദ്ര്യവും പറയണമെന്നല്ല. പണം എന്നത് എന്താണ്, നമ്മുടെ നീഡ് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുറേശ്ശെയായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വെൽ സെറ്റിൽഡ് ആയിരിക്കണമെങ്കിൽ വലിയ വീടും വലിയ കാറും വേണമെന്നുള്ള ഒരു ചിന്താഗതി. നമുക്ക് വലിയ വീടും കാറും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെൽ സെറ്റിൽഡ് എന്ന് മറ്റുള്ളവർ പറയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കൊരു ചെറിയ വീടുണ്ട്, അത് നമുക്ക് നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് ആവശ്യത്തിനൊരു ചെറിയ കാറുണ്ടെങ്കിലും അതൊരു വെൽ സെറ്റിൽഡ് ആണെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വരിക. സ്വന്തമായിട്ടൊരു വീട്, കാറ് എന്നൊക്കെ പറയുന്നത് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ ലോൺ എടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആലോചിച്ചായിരിക്കും കൂടുതലും ടെൻഷൻ വരുന്നത്. ഇതെല്ലാം ലോണിൽ വാങ്ങി വലിയ കടമാകുന്നതിനേക്കാൾ നല്ലത് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. ലോൺ എടുക്കുന്നു എങ്കിൽ വേഗം അടച്ച് തീർക്കാൻ കഴിയണം. നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് അടയ്ക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ലോണുകൾ എടുക്കേണ്ടത്. കാറ് വാങ്ങുന്നതായാലും വീട് വയ്ക്കുന്നതായാലും നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ചെയ്യുക. നമുക്ക് അഫോർഡബിൾ ആകുന്ന EMIകൾ മാത്രം നമ്മൾ എടുക്കുക. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേവിങ്സ്. സേവിങ്സ് എന്നത് ഒരു മോട്ടിവേഷനായി കാണണം, പിന്നീട് അതൊരു ഹാബിറ്റായി മാറ്റണം. നമ്മളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സേവിങ്സ് എന്ന് പറയുന്നത്. സേവിങ്സ് ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് വെൽ സെറ്റിൽഡായി ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സേവിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. RD പോലെയുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ക്യാഷ് ആയാലും ഇപ്പോൾ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 രൂപയെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. മാസം ഒരു 20,000 രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ 2,000 രൂപ പോലും സേവ് ചെയ്യാതെ ഫുൾ ചിലവാക്കിയതിന് ശേഷം മാസത്തിൽ കിട്ടുന്ന ഈ ഒരു 20,000 രൂപ തികയാതെ വരികയും പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ആരുടെ അടുത്തു നിന്നെങ്കിലും കടം വാങ്ങിയിട്ടോ നമ്മളത് ആ ഒരു ആവശ്യം നിറവേറ്റും. പിന്നെ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ആദ്യം കടം വീട്ടും, പിന്നെ ബാക്കിയുള്ളത് ചിലവാക്കും, പിന്നെയും തികയാതെ വരുമ്പോൾ പിന്നെ ഇതുപോലെ കടം ചെയ്ത് റോളിങ്ങിലൂടെ ആയിരിക്കും പലരും പോകുന്നത്. ഇതും നല്ല ഒരു തീരുമാനമല്ല. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും നമ്മളുടെ വരുമാനത്തിൻ്റെ 20% നമ്മൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിലും ഒരു 500 രൂപയെങ്കിലും നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കണം. നെക്സ്റ്റ്, ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നതാണ്. ഇതിന് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് കടം വാങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം കുറച്ച് വെയിറ്റ് ചെയ്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ യൂസേജ് നമുക്കുണ്ടാകും. പക്ഷേ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്, നമ്മളൊരു സാധനം വാങ്ങണമെന്ന് ആഗ്രഹിക്കണം, നമ്മൾ ഓടിപ്പോയി വാങ്ങും. അതിന് ശേഷം പിന്നീട് അത് യൂസ്
കറക്റ്റാണോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത് ആവശ്യമുണ്ടായിരുന്നോ എന്നത് വാങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോഴും നമുക്കവിടെ എന്താണ്, നമ്മുടെ ആ ഒരു സേവിങ്സിൽ നിന്നുള്ള ക്യാഷാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്യാഷ് നമ്മൾ എവിടെയൊക്കെ ചിലവാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നത്. നിങ്ങളുടെ ക്യാഷ് എവിടെയൊക്കെ ചിലവാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക. ഒരു വീക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു മന്ത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുന്നു. അവസാനം നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ ആ അനാവശ്യമായിട്ട് ചിലവായിട്ടുള്ള പോർഷൻസ് നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ചിലവുകൾ കൃത്യമായിട്ട് എഴുതുന്ന ഒരാൾക്ക് അവരുടെ ക്യാഷ് എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈം ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കുകയും ബാക്കിയുള്ള ക്യാഷ് സേവ് ചെയ്യുകയും ചെയ്യാം. മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാൾ ചെയ്യുന്ന മണി മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ നല്ല സേവിങ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ഫ്രീഡവും ധൈര്യവും ഒക്കെ നമുക്കുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതും വളരെ സേഫായിട്ടും നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇനി വരും വീഡിയോകളിൽ പറയുന്നതാണ്. അതുപോലെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് വരും വീഡിയോകളിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.